യമനിലെ മഗ്രിബ് പ്രവിശ്യയിൽ സൗദി അറേബ്യൻ സേനയുടെ അബ്രാംസ് എന്ന അത്യാധുനിക യുദ്ധ ടാങ്കറിന് നേരെ ഹൂതി വിമതർ നടത്തിയ ഡ്രോൺ ആക്രമണം ആഗോള സൈനിക നിരീക്ഷണ രംഗത്ത് വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. ചെറിയൊരു രാജ്യം ക്വാഡ്കോപ്റ്റർ ഡ്രോൺ ഉപയോഗിച്ച് ഭാരമേറിയതും കോടികൾ വിലമതിക്കുന്നതുമായ മുഖ്യ യുദ്ധ ടാങ്കിനെ തകർത്തതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ പരമ്പരാഗത ആയുധശേഷിയുടെ പ്രതിരോധ പോരായ്മകൾ വീണ്ടും വെളിവാക്കപ്പെട്ടിരിക്കുന്നു. ടാങ്കിന്റെ മുകൾ ഭാഗത്തേക്ക് സ്ഫോടക വസ്തു ഡ്രോൺ വഴി കൃത്യതയോടെ നിക്ഷേപിച്ചാണ് ഈ പ്രഹരമേൽപ്പിച്ചത്. ആക്രമണത്തിന് തൊട്ടു പിന്നാലെ ടാങ്കിനുള്ളിലെ ആയുധശേഖരത്തിലേക്ക് തീ പടരുകയും വലിയൊരു തീകോളമായി അത് പൊട്ടിത്തെറിക്കുകയും ചെയ്തു. ടാങ്കുകളുടെ ഏറ്റവും കനം കുറഞ്ഞതും പ്രതിരോധം കുറഞ്ഞതുമായ മുകൾ ഭാഗത്തെ ലക്ഷ്യമിട്ടാണ് ഈ ക്വാഡ്കോപ്റ്റർ ഡ്രോൺ വിന്യസിക്കപ്പെട്ടത്. അമേരിക്കൻ സാങ്കേതിക വിദ്യയിൽ നിർമ്മിച്ച് സൗദി അറേബ്യ ഉപയോഗിക്കുന്ന അബ്രാംസ് ടാങ്കുകൾ ലോകത്തിലെ തന്നെ ഏറ്റവും കവചിതമായ യുദ്ധവാഹനങ്ങളിൽ ഒന്നായാണ് അറിയപ്പെടുന്നത്. മുൻഭാഗത്തും വശങ്ങളിലും കനത്ത കവചമുണ്ടെങ്കിലും മുകളിൽ നിന്നുള്ള ഇത്തരം അപ്രതീക്ഷിത വ്യോമാക്രമണങ്ങളെ ചെറുക്കാൻ പരമ്പരാഗത ടാങ്കുകൾക്ക് പ്രതിരോധശേഷി കുറവാണ് എന്ന യാഥാർത്ഥ്യമാണ് ഈ സംഭവം അടിവരയിടുന്നത്. ഹൂതി പ്രസ്ഥാനം തങ്ങളുടെ പ്രതിരോധ ആക്രമണശേഷി എത്രത്തോളം വിപുലീകരിച്ചു എന്നതിന്റെ തെളിവ് കൂടിയാണ് ഈ ആക്രമണം. മുൻപ് ലളിതമായ ഗറില്ല ആക്രമണങ്ങൾ നടത്തിയിരുന്ന പ്രതിരോധ ഗ്രൂപ്പുകൾ ഇന്ന് അത്യാധുനിക ഡ്രോണുകളും ബാലിസ്റ്റിക് മിസൈലുകളും സമുദ്ര പ്രതിരോധ സംവിധാനങ്ങളും വികസിപ്പിച്ചെടുത്ത് വൻകിട രാജ്യങ്ങളുടെ സൈന്യങ്ങൾക്ക് ഭീഷണിയായി മാറിയിരിക്കുന്നു. വില കുറഞ്ഞ വാണിജ്യ ഡ്രോണുകൾ വിപണിയിൽ ലഭ്യമായ ചെറിയ സ്ഫോടക വസ്തുക്കൾ ഘടിപ്പിച്ച് കോടികൾ വിലയുള്ള യുദ്ധ ടാങ്കുകളെ തകർക്കുന്ന പുതിയ രീതി ആധുനിക യുദ്ധതന്ത്രങ്ങളെ പൂർണ്ണമായും മാറ്റിമറിക്കുകയാണ്. ഉക്രൈൻ യുദ്ധഭൂമിയിലും പശ്ചിമേഷ്യൻ പോരാട്ടങ്ങളിലും സമാനമായ ഡ്രോൺ പ്രയോഗങ്ങൾ വലിയ നാശനഷ്ടങ്ങളാണ് വൻകിട ആയുധങ്ങൾക്ക് വരുത്തിവെക്കുന്നത്. ടാങ്കുകൾ നിർമ്മിക്കുന്ന ലോകത്തെ പ്രമുഖ പ്രതിരോധ കമ്പനികൾക്ക് കടുത്ത വെല്ലുവിളിയാണ് ഈ പുതിയ ഡ്രോൺ സാങ്കേതിക വിദ്യ സൃഷ്ടിക്കുന്നത്. ആകാശമാർഗമുള്ള ഇത്തരം ഭീഷണികളെ ചെറുക്കാൻ സഹായിക്കുന്ന ആക്റ്റീവ് പ്രൊട്ടക്ഷൻ സിസ്റ്റങ്ങളും ഡ്രോൺ വിരുദ്ധ ജാമറുകളും ടാങ്കുകളിൽ ഘടിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത നിർണായകമായിരിക്കുകയാണ്. റഡാറുകളുടെ കണ്ണിൽ പെടാതെ താഴ്ന്നു പറക്കുന്ന ഡ്രോണുകൾ അതിവേഗത്തിൽ ലക്ഷ്യസ്ഥാനത്തെത്തി ആക്രമണം നടത്തുന്നത് പരമ്പരാഗത വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ നോക്കുകുത്തിയാക്കുന്നു. വൻകിട പ്രതിരോധ സജ്ജീകരണങ്ങളുള്ള സൈനിക ക്യാമ്പുകൾക്കും കവചിത വാഹനങ്ങൾക്കും ഇത്തരം ചെറിയ ഡ്രോണുകൾ വരുത്തുന്ന ആഘാതം ചെറുതല്ല. ഹൂതി സഖ്യം കൈവരിച്ച ഈ സാങ്കേതിക മുന്നേറ്റം പ്രാദേശിക സുരക്ഷാ സമവാക്യങ്ങളെ ബാധിക്കുമെന്ന് അന്താരാഷ്ട്ര വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ചെങ്കടലിലെ കപ്പൽ പാതകളിലും കരയുദ്ധത്തിലും ഒരുപോലെ ആക്രമണം നടത്താൻ ശേഷിയുള്ള ഇത്തരം ആയുധങ്ങളുടെ ലഭ്യത പശ്ചിമേഷ്യയിലെ ശക്തി സമവാക്യങ്ങളിൽ മാറ്റങ്ങൾ വരുത്തുന്നു. ടാങ്കുകളുടെ രൂപകൽപ്പനയിലും നിർമ്മാണ തന്ത്രങ്ങളിലും വൻ തിരുത്തലുകൾ വരുത്താൻ പ്രതിരോധ ഗവേഷകർ നിർബന്ധിതരാവുകയാണ്. ഉപരിതലത്തിൽ കനത്ത കവചം ഒരുക്കുന്നതിനേക്കാൾ മുകൾ ഭാഗത്തു നിന്നുള്ള ഭീഷണികൾ തടയാൻ പ്രത്യേക ഡ്രോൺ ഡിഫൻസ് നെറ്റുകൾ, ലേസർ അധിഷ്ഠിത പ്രതിരോധങ്ങൾ എന്നിവ ഉൾപ്പെടുത്താൻ രാജ്യങ്ങൾ നിർബന്ധിതരാകുന്നുണ്ട്. മഗ്രിബ് പ്രവിശ്യയിലെ ആക്രമണ സംഭവം ഭാവി ഭാവി യുദ്ധഭൂമികളിൽ കോടിക്കണക്കിന് ഡോളർ ചെലവഴിച്ച് നിർമ്മിക്കുന്ന പരമ്പരാഗത യുദ്ധവാഹനങ്ങളുടെ നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെടുന്നതാണെന്ന് തെളിയിക്കുന്നു. വില കുറഞ്ഞ ആയുധങ്ങൾ ഉപയോഗിച്ച് വൻകിട സൈനിക ശക്തികളെ പ്രതിരോധത്തിലാക്കാൻ സാധിക്കുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. നാറ്റോ രാജ്യങ്ങളുടെയും അമേരിക്കയുടെയും മുൻനിര യുദ്ധസജ്ജീകരണങ്ങൾക്ക് ഈ സംഭവം വലിയൊരു പാഠമാണ് നൽകുന്നത്. യുദ്ധകളത്തിലെ ഡ്രോണുകളുടെ ആധിപത്യം തടയാൻ ആവശ്യമായ വ്യോമ പ്രതിരോധ ഉപകരണങ്ങൾ കരസേനയുടെ എല്ലാ മുൻനിര ഘടകങ്ങളിലും സജ്ജീകരിക്കേണ്ടത് അത്യന്താപേക്ഷിതമായി മാറിയിരിക്കുന്നു. പശ്ചിമേഷ്യൻ മേഖലയിലെ കടുത്ത സംഘർഷ അന്തരീക്ഷത്തിനിടയിൽ പുറത്തുവന്ന ഈ ദൃശ്യങ്ങൾ പ്രാദേശിക രാജ്യങ്ങൾക്കിടയിൽ കൂടുതൽ ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പരമ്പരാഗത ആയുധശേഷിയെ മാത്രം ആശ്രയിച്ച് അതിർത്തി സുരക്ഷ ഉറപ്പാക്കാൻ കഴിയില്ലെന്ന സന്ദേശമാണ് ഇത് നൽകുന്നത്. ഡ്രോൺ സാങ്കേതിക വിദ്യയുടെ ആഗോള വ്യാപനം ചെറു ഗ്രൂപ്പുകൾക്ക് നൽകുന്ന സൈനികപരമായ മുൻതൂക്കം ലോകരാഷ്ട്രങ്ങൾ ഗൗരവമായി കാണേണ്ടതുണ്ട്. ലളിതമായ രൂപകൽപ്പനയിലുള്ള ആയുധങ്ങൾ നിർമ്മിക്കാനും അവ തന്ത്രപ്രധാന ലക്ഷ്യങ്ങൾക്ക് നേരെ പ്രയോഗിക്കാനും ഇത്തരം ഗ്രൂപ്പുകൾക്ക് സാധിക്കുന്നു. അമേരിക്കൻ നിർമ്മിത അബ്രാംസ് ടാങ്കുകൾക്ക് സംഭവിച്ച ഈ തിരിച്ചടി അന്താരാഷ്ട്ര ആയുധ വിപണിയിലും ചലനങ്ങൾ ഉണ്ടാക്കിയേക്കാം. പരമ്പരാഗത കവചിത വാഹനങ്ങളുടെ കാര്യക്ഷമതയും സുരക്ഷയും പുനഃപരിശോധിക്കാൻ പല രാജ്യങ്ങളും തയ്യാറായേക്കാം.
യമനിൽ വെച്ച് സൗദി അബ്രാംസ് ടാങ്കിന് നേരെയുണ്ടായ ആക്രമണം കേവലം ഒരു വാഹനത്തിന്റെ തകർച്ചയല്ല, മറിച്ച് യുദ്ധചരിത്രത്തിലെ ഒരു പ്രധാന തന്ത്രപരമായ മാറ്റത്തിന്റെ അടയാളപ്പെടുത്തലാണ്. ഡ്രോൺ സാങ്കേതിക വിദ്യയുടെ വികാസം ഭാവി പോരാട്ടങ്ങളിൽ ചെറുകിട ആയുധങ്ങൾക്ക് നൽകുന്ന മുൻതൂക്കമാണ് ഈ സംഭവം വ്യക്തമാക്കുന്നത്.